ഹലോ, നിങ്ങളെല്ലാവരും ബാംഗ്ലൂർ ഡേയ്സ് ഫിലിം കണ്ടിട്ടില്ലേ? അതിൽ ഫഹദ് ഫാസിൽ തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് ഒരു റൂം തന്നെ മാറ്റി വെച്ചേക്കുമായിരുന്നല്ലോ. അതുപോലെ തന്നെ എന്നെ വെച്ചായാലും റൂമൊന്നുമല്ല കേട്ടോ, പക്ഷെ ഒരു അലമാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-2.5 വർഷമാകും കേട്ടോ, പക്ഷെ ഇന്നേ വരെ അതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇച്ചാൻ്റെ വീട്ടിൽ പോയപ്പം ഞാനത് കണ്ടുപിടിച്ചു ഗൈസ്. അതിനകത്ത് കുറേ ഡയറികളും പിന്നെ വേറെ എന്തൊക്കെയോ ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് വേണ്ടതായിട്ടുള്ളൊരു 3 ഡയറി ഞാൻ സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് നൈറ്റ് ഇച്ചാൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇച്ചാൻ വരുന്നതിന് മുന്നേ ഇതെല്ലാം എന്താണെന്ന് എനിക്ക് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഗൈസ്. സോ കം ലെറ്റ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഓട്ടോഗ്രാഫാണ് കേട്ടോ. സി, ഇതാണ് സംഭവം. അജീഷ് എസ് എ, അനീഷ് കോട്ടേജ് എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, സ്പെഷ്യലായിട്ടൊന്നും കണ്ടില്ല. ലൈക്ക് ജസ്റ്റ് നമ്മൾ സാധാ പഴയ രീതിയിലൊക്കെ എടുക്കുമല്ലോ, ഓട്ടോഗ്രാഫൊക്കെ എഴുതുമല്ലോ. 10 വർഷങ്ങൾക്ക് മുമ്പ് പഴംപൊരിക്ക് 10 പൈസ, ഒരു SMS-ന് 5 രൂപ, ഇന്നൊരു പഴംപൊരിക്ക് 5 രൂപ, ഒരു SMS-ന് 5 പൈസ, ഞാൻ നിൻ്റെ വില മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള നമ്മളെ പതിവ് പല്ലവികളൊക്കെ തന്നെയാണ് കേട്ടോ ചായൻ്റെ ഡയറിക്കകത്തും ഉള്ളത്, ഐ മീൻ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ അകത്തും ഉള്ളത്. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ളത് ഇതാണ്. ഈ ഒരു ഡയറിയും കൂടി ഉണ്ട്. ഇതും എൻ്റെ ഹാൻഡ് ബുക്ക് 2010, അത് കോളേജിലെ വേറെ സ്കൂളിലെ വേറെ എന്തോ കാര്യങ്ങളാണ്. പക്ഷേ മെയിനായിട്ടത് എനിക്ക് പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തത് ഈ ഒരു പെൺകുട്ടിയുടെ ഫേസാണ് കേട്ടോ. ഇതാരാണെന്ന് അറിയണ്ടേ എന്നുള്ള ഒരു ഇതിലാണ് എൻ്റെ പഴയ പ്രണയിനിയോ കാമുകിയോ വല്ല ആണോ, ഇത്രയും സുന്ദരിയായ ഒരു പ്രണയിനിയോ ഗൈസ് എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് നമ്മുടെ ഗജനി ഫിലിമിൻ്റെ വൈബ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഡയറി ഓപ്പൺ ആക്കുന്നതും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. ആദ്യം ഞാനൊന്ന് പേടിച്ചു പോയെങ്കിലും ഇത് സംഭവം നമ്മുടെ അസിനാണ് കേട്ടോ. അസിനായിരുന്നു വെച്ചാൽ എൻ്റെ ക്രഷ് എന്ന് ഞാൻ ഇന്നാണ് ഗൈസ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കള്ളമായിരിക്കും. ഇച്ചാൻ കുറേ സൂചനകൾ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് അഡിക്ഷൻ ആണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് കേട്ടോ. വാവ്, ബ്യൂട്ടിഫുൾ പിക്ക് ഓഫ് അസിൻ കേട്ടോ. ശരിക്കും സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പഴയ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഫോട്ടോ എടുത്ത് വെച്ച് ഒട്ടിക്കുന്നത്, കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുവാണ്. അതായത് 12ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കൊച്ചി നേവൽ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യക്കാരായ ഒത്തിരി ഫ്രണ്ട്സ് അങ്ങനെ അസിൻ്റെ കുറേ കാര്യങ്ങളാണ്. ഓ ഗോഡ്, ഇത് ഫുള്ള് അസിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അസിൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് വനിതയുടെ ഫ്രണ്ട് പേജ് തന്നെ എടുത്തങ്ങ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റ്. ഇതെൻ്റെ അത് കറക്റ്റ് ആണെങ്കിൽ ഗജനി മൂവിയുടേതാണെന്ന് തോന്നുന്നു. ആൻഡ് സോസി സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതാ ഗജനി ഞാൻ പണ്ടേ എൻ്റെ അടുത്ത് പറയും വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് എവർഗ്രീൻ മൂവി എന്ന് പറയുന്നത് ഗജനിയാണെന്ന്. ബട്ട് ഇത്രയ്ക്ക് പ്രാന്താണെന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് ഗൈസ് തിരിച്ചറിയുന്നത്. നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നീ എന്നിലേക്ക് വരുന്ന നിമിഷം ഞാൻ കാത്തിരിക്കും. ചേട്ടൻ കാട്ടിയും 10-20 വയസ്സ് മൂത്തതാണെന്ന് തോന്നുന്നു അസിൻ. എനിവേ ഇറ്റ്സ് ഓക്കെ. സോ എന്തോ ശോഭ, എനിക്കൊന്ന് പഴയ മാഗസീനൊക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു മാഗസീനെ കുറിച്ചൊന്നും. അസിൻ്റെ ഇതൊക്കെ നോട്ട്ബുക്ക് ബൈൻസ് ആണ്. ഇതേ കണ്ടില്ലേ, മിക്കവാറും ക്ലാസ്സിലെ പിള്ളേരൊന്ന് കടിച്ച് മാറ്റിക്കൊണ്ട് വന്നതായിരിക്കും. സുട്രും വേദി സൂട്ടാരെ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ ഈ സംഭവം. പിന്നെ ഇതാ വനിതയുടെ ഫ്രണ്ട് പേജ് വീണ്ടും ഉണ്ട് ഗൈസ്. 2007 ആണ് കേട്ടോ. പിന്നെ വില 14 രൂപ. 2007 വനിതയുടെ രൂപയാണ് കേട്ടോ. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ വാങ്ങാറില്ല. സോ ഇതാ വീണ്ടും കോളേജ് സ്പെഷ്യൽ നോട്ട്ബുക്കാണ്. ഇതൊക്കെ വാവ്, ഇറ്റ്സ് നൈസ് അല്ലേ. എന്തോ പരസ്യമാണെന്ന് തോന്നുന്നു, ഗോൾഡിൻ്റെ ജ്വല്ലറിയുടെ എന്തോ ന്യൂസ് പേപ്പറിൻ്റെ എന്തോ ഫ്രണ്ട് പേജാണ് അതൊക്കെ. നോട്ട് ഫ്രണ്ട് പേജ്, എനിവേസ്. അതാ ഫുൾ അസിൻ. എന്തരടെ ഇതെന്ന് ആരും ചോദിക്കല്ലേ. ഇല്ല, ചോദിക്കൂല, ഇങ്ങോട്ട് വരട്ടെ. സി
നീ തന്ന ഗിഫ്റ്റ് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എന്ത് ഗിഫ്റ്റാണോ എന്ന് തോന്നുന്നത്. അതായത് എന്താ കവിതയാണോ? ഒരു രാത്രി കൂടെ വിടവാങ്ങും. ഇത് കവിതയല്ല കേട്ടോ, ഇത് ഞാൻ എപ്പോഴും പാടുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സോങ് ആണ്. ഇതൊക്കെ എഴുതി വെച്ചേക്കുവാണ്. സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അസിൻ, എവിടെ നോക്കിയാലും അസിൻ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, ഇങ്ങനെ അസിൻ ഫാനാണെന്നും അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാതെ അസിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഒന്ന് വഴക്ക് കിട്ടുന്ന കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്രയ്ക്ക് ഭ്രാന്താണെന്ന് ഞാൻ അപ്പോഴും വിചാരിച്ചില്ല. അസിന് വേണ്ടിയിട്ട് ഒരു ഡയറി തന്നെ വെച്ചാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. എനിവേസ്, ഒന്നിങ്ങോട്ട് വരട്ടെ. സത്യം പറഞ്ഞാൽ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ് 2008 ഇച്ചായൻ്റെ ഡയറി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇച്ചായൻ വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, സത്യത്തിൽ ഇത് പ്രണയമാണോ അതോ ഭ്രാന്താണോ? എന്തായാലും രണ്ടാമത് പറഞ്ഞത് സത്യമാവാനാണ് ചാൻസ്. അല്ലാതെ 10-15 വയസ്സ് മൂത്ത ഒരാളോട് ഇത്രയും പ്രണയമോ? അതോ ഇനി അച്ഛൻ്റെ പേരും പറഞ്ഞ് എന്നെ പറ്റിച്ചതാണോ? സംഭവം കഴിഞ്ഞിട്ട് 16 വർഷമായില്ലേ, എന്തോ വരട്ടെ. 2005 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത നമ്മുടെ ഗജനി മൂവി റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആ സമയത്ത് കാണാൻ പറ്റിയില്ല. ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. സംഭവം സിനിമ കാണാൻ ഞാൻ വില്ലിങ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഇച്ചാൻ ഒടുക്കത്തെ ഹാപ്പി ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ ഗൈസ്, എന്നെ സിനിമ കാണാൻ പോലും ഇച്ചാൻ സമ്മതിച്ചില്ല കേട്ടോ. പുള്ളിക്ക് സിനിമയിലെ എല്ലാ ഡയലോഗ്സും കാണാൻ പാടായിരുന്നു. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 100-ലധികം പ്രാവശ്യം ഇച്ചാൻ സിനിമ കണ്ടിട്ടുണ്ട് അത്ര. പക്ഷെ നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് അതിൽ തകർത്ത് അഭിനയിച്ചു. പിന്നെ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ സൂര്യയുടെ കാര്യം എടുത്ത് പറയണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അമ്മാതിരി അഭിനയം. ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് പോലും സിനിമയിലാക്കില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സൂര്യനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഫിലിമിൽ. പിന്നെ നല്ല അടിപൊളി മൂവിയാണ്. അപ്പം നമ്മുടെ സൂര്യ ഫാൻസ് എല്ലാം ഒന്നുകൂടി പോയി കാണണം കേട്ടോ ഈ സിനിമ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാവരും ചെയ്യണേ. പിന്നെ എല്ലാ വീഡിയോസും കയറി കാണുകയും ചെയ്യണം കേട്ടോ.